രണ്ടാമത്തെ കല്യാണം ഇപ്പൊ നടക്കും. ഞാൻ മെസ്സേജ് അയക്കുന്നത് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇച്ചിരി തീക്കളിയാണ്. എനിക്ക് തീക്കളിയാണ്. കാര്യം വേറെ ഒന്നുമല്ല, ചേട്ടനൊരു പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. റൂമിൽ നമ്മൾ ആ ഒരു സെറ്റപ്പിൽ ക്യാമറയൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട്. അപ്പം സംഭവം എന്ന് വെച്ചാൽ ചേട്ടന് ഒരു ഗേൾ ഫ്രണ്ട് വിളിച്ച് അനാവശ്യം പറയുന്ന രീതിക്കുള്ളൊരു വോയിസ് വെച്ച് ഒന്ന് പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടോണം. ഞാൻ മാത്രമല്ല, നമ്മുടെ ടീം വർക്ക് മൊത്തത്തിൽ ആഡായിട്ടുണ്ട്. നമ്മുടെ അമ്മ ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഗൈസ്, എന്തായാലും വീഡിയോയിലോട്ട് പോവാം. മക്കു, എന്തുവാടാ വീട്ടിൽ വല്ല വിഷയം വല്ലതും ഉണ്ടോ? പൊന്നി ഒരുമാതിരി മോന്റെ ഒക്കെ കാണിച്ചോണ്ടിരിക്കുന്നു. ഏതോ ആരോ വോയിസ് ഇട്ടെന്നോ എന്തൊക്കെ പറയുന്ന കേട്ടു. ഏതോ പെണ്ണെങ്ങാണ്ട് വോയിസ് ഇട്ടെന്നോ എന്തൊക്കെ അവിടെ കിടന്ന് അലയ്ക്കുന്ന. അമ്മ കയറി വന്നപ്പോ മോന്റെ കാണിച്ചോണ്ട് ഇരിക്കുന്നുണ്ട്. അവളിവിടെ ഇല്ല, ഞാൻ മേളിൽ പോയി. ആ ശരി. പറക്കൂ, എന്തോ പ്രശ്നം? എന്തോ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ല. നീ ഇപ്പൊ കട അടയ്ക്കും. നമ്മൾ കുറച്ച് കാര്യം സംസാരിക്കും. എന്തേലും ഇയാള് വാടേ. എന്താ പറയാ, നീ ബാ മൊക്കെ, ഞാൻ പറയാം. ശരി. നീ എന്തിനാണ് ചാടുന്നത്? ഹലോ അഖില, ഞാനിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ ഈ മെസ്സേജ് അയക്കുന്നത്. ഞാനിന്ന് ഇതിനുമായിട്ട് കോളേജിൽ പഠിക്കുമ്പോൾ റിലേഷൻഷിപ്പിലായിരുന്നു. കഴിച്ചത് ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു പെണ്ണിനെ വിട്ട് സെറ്റ് ചെയ്തതാണ് ഈ വോയിസ്. അപ്പം ഇതിട്ട് കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഹലോ ഹലോ, എന്തുവാ? എന്തായാലും പിന്നെ നീ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് വിളിക്കാം. ഞാൻ വിളിച്ചപ്പോ അവള് കോൾ എടുക്കുന്നില്ല. എന്റെ കുഞ്ഞാണ്, എനിക്കറിയത്തില്ല. നമുക്ക് ഒരുമിച്ച് വിളിക്കാം. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ നിനക്ക് നമ്പർ തരുന്നില്ല. ഞാൻ വിളിച്ചപ്പോൾ അവൾ എടുക്കുന്നില്ല. എന്നിട്ട് അവൾ എനിക്ക് മെസ്സേജ് ഇട്ടേന്ന് വെച്ചാൽ പറഞ്ഞത് പിന്നെ നിതിൻ കൂടെ വന്നിട്ട് എന്നെ വിളിക്കാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നീ ഇപ്പോഴും എന്തായാലും നീയും കൂടെ നിന്ന് ഒരുമിച്ച് അങ്ങ് വിളിക്കാം. ശരി. ഇത്രയും കഷ്ടപ്പെട്ട് കഴിച്ച് നോക്കണേ. ഫോണകത്ത് വയ്ക്കുമ്പോ ഫോണല്ലോ നീങ്ങി ചരിഞ്ഞു വല്ലതും കിടന്നോ ആലോചിച്ചു. എന്തായാലും കെട്ടിവണ്ടി എന്നൊരു അടി ഉറപ്പ്. പ്രാങ്ക് എന്നെ 4 വർഷത്തിൽ അത് പറയട്ടെ. 4 വർഷമായിട്ട് എന്റെ കെട്ടിവണ്ടി അടിച്ചിട്ടുണ്ട്. കിട്ടും അങ്ങനെ. ഇപ്പം ചേട്ടൻ വരും. അപ്പൊ ഇനി എനിക്ക് ടെൻഷനായി. നീ മൊത്തമെല്ലാം ക്യാമറ എല്ലാം ഹൈഡ് ചെയ്ത് വെക്കേണ്ട പരിപാടി. ഓക്കെ ഓക്കെ, അപ്പൊ ക്യാമറ ഹൈഡ് ചെയ്യാൻ പോകണേ. വിഷയം പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ, നീ വിഷയം പറ. വിഷയം പ്രശ്നം പറയടി. ചിരിക്കാനല്ല, ഞാൻ അറിയാതെ ഞാൻ ഒരുത്തിയെ കൊണ്ട് കറങ്ങി എന്ന് പറഞ്ഞ എനിക്കറിയേണ്ടത്. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യാത്തൊരു തെറ്റ് ഞാൻ അറിഞ്ഞ ഞാൻ എന്ത് വേണം? ഞാൻ ഒരു കാര്യങ്ങളും പറയാതെ നിന്റെ അടുത്ത് ഇരുന്നിട്ടില്ല. അവളെ ഞാൻ കെട്ടാം. അവളെ ഞാൻ കണ്ടു കറങ്ങിയിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ കെട്ടാം. നിന്നെ കെട്ടിയതല്ല, അവളെ വിളി.
അവളെ വിളി. ഓക്കെ ശരി, നീ അവളെ വിളി. എന്റെ ഫോണിൽ നിന്ന് വിളി. എന്റെ ഫോണിൽ നിന്ന് ഇപ്പൊ വിളിക്കണം. ഇപ്പൊ വിളിക്കണം എന്റെ ഫോണിൽ നിന്ന്. എന്റെ ഫോണിൽ നിന്ന് വിളി. നീ വിളിക്കുക, അവളെ ഇപ്പൊ വിളിക്കണം. അവളുടെ ഭർത്താവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു അവളെ ഇപ്പൊ നമുക്ക് രണ്ട് നീ വരണ്ട, ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് ഞാൻ കെട്ടിക്കോളാം അവളെ. നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്തോളാം. അല്ല, അങ്ങനെ ഒരുത്തിയും കൊണ്ട് ഞാൻ കറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ കെട്ടണ്ടേ? ശരി, ഓക്കെ, സൗണ്ട് കുറച്ച്. നീ വോയിസ് ഇടുക. അവള് ബ്ലാക്ക്ബെറി നിനക്ക് കഴിക്കാൻ ബ്ലാക്ക്ബെറി ഇതൊക്കെ സെറ്റ്. ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്യും. നീ അവളെ വിളിക്കുക. അവളെ വിളിക്കുക. നീ അവളെ വിളിക്കടി. നമ്പർ ഒന്ന് സജസ്റ്റ് പ്ലീസ്. അവളെ ഞാൻ കല്യാണം കഴിക്കാൻ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഏതവളായാലും അവളെ ഞാൻ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിക്കണ്ടേ? നീ അവളെ വിളിക്കും പെട്ടെന്ന് വിളിക്കും. ഇതിനകത്താണ് നമ്പർ. പോയിട്ട് വന്നു. അല്ല, അതിന് മുന്നേ ഞാൻ ചെലവ് കഴിഞ്ഞിട്ട് വന്നു. ഇന്ന് അവളെ ഇപ്പൊ എനിക്ക് വിളിക്കണം. എനിക്കിപ്പം ഞാൻ കറങ്ങി അവളെ കൊണ്ട് ഞാൻ കല്യാണം കഴിക്കണം. എനിക്ക് കല്യാണം കഴിക്കണം. ഷോ അല്ല പൊന്നി, പക്ഷെ എനിക്ക് ഷോ കാണിക്കണം. കാരണം ഞാൻ ഒരുത്തിയെ കൊണ്ട് എന്റെ +2 കറങ്ങിയപ്പോ ശരി, എനിക്ക് കറങ്ങാൻ ആ സമയത്ത് എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ല, ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. എനിക്ക് ലൈസൻസ് ഇല്ലാതെ ഞാൻ ഒരുത്തിയെ കൊണ്ട് കറങ്ങിയെന്ന് പറഞ്ഞെന്ന് അറിയുമ്പോഴേ ശരി എന്റെ പൊന്നച്ചാ സോറി. ഞാൻ ഒരുത്തിയെ കൊണ്ട് കറങ്ങിയെന്ന് അറിഞ്ഞപ്പോഴേ നീ എനിക്ക് അയച്ച് നീ അവളെ വിളിക്കേ. ജസ്റ്റ് അവളെ ഒന്ന് വിളിക്കേ. അവളെ ഒന്ന് വിളിക്കുക. ഞാൻ അവളെ കല്യാണം കഴിക്കാന്ന് പറ. അവളുടെ ഭർത്താവിനെ വിളിക്കേ. ഞാൻ അവളുടെ ഭർത്താവിന് ഫോട്ടോ അയച്ചെന്നല്ലേ പറഞ്ഞു. നീ അവളുടെ ഭർത്താവിനെ വിളിക്കേ. ഞാനും ഒരുത്തിയും കൂടെ ഉള്ള ഒരു ഫോട്ടോ. ഒരു ഫോണിൽ ലോക്ക്. എന്റെ ഫേസ് കണ്ടോണ്ട ലോക്കില്ലാതെ ഞാൻ ലോക്കാക്കി. ഷോ കാണിച്ചാലും അത് ലോക്ക് കഴിയത്തില്ല. ഫുള്ള് ക്ലിയർ ചെയ്ത് ഞാൻ നിന്നെ ചതിച്ച്. ഫുള്ള് നിന്നെ ഞാൻ ചതിച്ച്. നീ അവളെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കുവോ? ഞാൻ കൊല്ലക്കാരനാ. ഞാൻ പൊന്നൂരുകാരനാ. എനിക്കൊരു പ്രശ്നമില്ല. ശരി, അങ്ങനല്ല. എന്റെ പേരിൽ ഒരു ആരോപണം വരുമ്പോൾ ഞാൻ അവളെ അച്ചാടെ രണ്ടാമത്തെ കല്യാണം ഇപ്പൊ നടക്കും. അച്ചാടെ രണ്ടാമത്തെ കല്യാണം ഇപ്പൊ നടക്കും. ഓക്കെ, എനിക്ക് വേറൊരു അമ്മയും കൂടെ വരും. കുഴപ്പമുണ്ടോ? ഇല്ല. അങ്ങനെ കുഴപ്പമുണ്ടോന്നില്ല. എനിക്ക് കുഴപ്പമുണ്ടെങ്കിൽ നീ അവളെ വിളിക്ക. എന്റെ പഴയ കാമുകിയല്ലേ ഞാൻ. അപ്പൊ സ്വറണ്ടേ. നീ എടുക്ക്, ഫോൺ അങ്ങ് എടുക്കടി. ഫോൺ എടുക്ക്, ഫോൺ എടുക്ക്. നീ എടുത്തില്ലെങ്കിൽ ശാപം. നീ ഇന്ന് എവിടെ ഉള്ളവളാണെങ്കിലും നിന്നെ ഇന്ന് ഞാൻ കല്യാണം കഴിക്കും. സംഭവിക്കാൻ പോകുന്നതാ. ഓടിപ്പോയാ അവൾ എടുക്കുന്നില്ല. നിനക്കയച്ച വോയിസ് ഒന്ന് കേൾപ്പിച്ചേ. നിനക്കയച്ച വോയിസ് ഒന്ന് കേൾപ്പിച്ചു. നമ്പർ എടുക്കും. നമ്പർ എടുക്കും. ഇല്ല, എനിക്ക് ഇച്ചിരി എടി എനിക്ക് മാന്യത കുറവാ. എടി ഞാൻ നിന്നെ സ്നേഹിച്ച് വേറൊരുത്തെ ഗർഭിണിയാക്കി ഞാൻ എന്തിനാടി മാന്യത കാണിക്കുന്നേ? ചക്കരേന്ന് വിളി. അച്ഛ വിളിക്കും. ഫോൺ എടുക്കാം. ഈ വെറി പറയടി. അവിടെ പോയി കിടക്കും. അടുത്തുണ്ട്. ഒന്നാമത് നീ ആദ്യപാട് കൊളവാക്കി വെച്ചേക്കുക. ഇനി ഒന്നുകൂടെ പുള്ളിയുടെ സ്വഭാവം
നിന്നെ ഞാൻ കെട്ടാടി, നീ അവനെ കളഞ്ഞിട്ടേക്ക് വാടി. നീ എന്തിനാ ഡിലീറ്റ് ചെയ്യുന്നത്? എന്റെ കാമുകിക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നത് നിനക്ക് എന്തടി കുഴപ്പം? നിനക്ക് എന്തടി കുഴപ്പം? നിന്റെ കാമുകിക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നത് എടി, എന്റെ കാമുകിക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നത് കുഴപ്പം? എന്നെ നിന്നെ എനിക്ക് മറക്കാൻ പറ്റൂല എന്റെ മുത്തേ. നീങ്ങി വാ, നിന്നെ ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞില്ലേ? നിന്നെ ഞാൻ കല്യാണം കഴിച്ച് നമുക്ക് സെറ്റായിട്ട് ജീവിക്കാണ്ടി. നമുക്ക് ഇവിടെ കളയാം, പക്ഷെ എന്റെ കൊച്ചിനെ ഞാൻ കൊണ്ടുവരും. നമുക്ക് ഇവിടെ കളഞ്ഞിട്ട് നമുക്ക് സെറ്റായിട്ട് ജീവിക്കാം. നീ എവിടെ ഉള്ളവളാടി നീ? എന്റെ കൊച്ചു വരത്തില്ലെന്ന് കണ്ടോ? നിന്റെ പേര് പോലും എനിക്കറിയത്തില്ല, എന്റെ കൊച്ചു വരത്തില്ലെന്ന്. പക്ഷെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിന്നെ അതുകൊണ്ടാണ് നിന്റെ കിട്ടിയാൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്തത്. ഞാൻ ആട്ടം കുറിച്ചില്ല, സംസാരിക്കാം. നീ ഫോൺ എന്തോ സംസാരിക്കാന്ന് കല്യാണം കഴിക്കടി. എനിക്കറിയത്തില്ല, നിന്നെക്കാട്ടും സുന്ദരിയാണ് നീ. അല്ല, എന്നെ ഇങ്ങനെ ഇത്രയും സ്നേഹിക്കുന്നു, ഇത്രയും വർഷം കൊണ്ട് എന്നെ അങ്ങനല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവളെ ഞാൻ ചതിച്ച് അവളെ കൊണ്ട് ഞാൻ കറങ്ങി എന്നൊക്കെ അല്ലേ പറഞ്ഞ് ഞാൻ അവളുടെ ഫോട്ടോ അവളുടെ ഭർത്താവിന് അയച്ചു കൊടുത്തെന്ന് പറഞ്ഞു. തിരിച്ചൊരു ക്ലിപ്പ് എനിക്കൊന്ന് തിരിച്ചയച്ചു തരാൻ പറഞ്ഞു. ഞാൻ അവളുടെ ഭർത്താവിന് അയച്ചു കൊടുത്ത ഫോട്ടോടെ അതൊന്ന് എനിക്കൊന്ന് ഫോർവേഡ് ചെയ്താൽ ഏതവളാന്ന് എനിക്കൊന്ന് അറിയണ്ടേ? അറിയണോ വേണ്ട? എന്തൊട്ട് അറിയണോ? എന്റെ ഫോൺ എവിടെ? എന്റെ ഫോൺ എവിടെ? ഞാൻ നല്ല അഭിനയിച്ചോണ്ടിരിക്കുക. ഈ പ്രാങ്കാന്ന് നേരത്തെ എപ്പോഴാന്നറിയോ? നിന്നെ വിളിച്ചപ്പോഴേ സത്യം പറഞ്ഞ അവളെന്നെ വിളിച്ചിരുന്നെങ്കിൽ ടോട്ടലി മൂൺസി എന്ന് തന്നെ പറയാം. ഇതെല്ലാം സംഭവിച്ചു.